എൻ്റെ അടുത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. 4 മീറ്റിംഗ് നടത്തി. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഇവരുടെ പേരും ഡോക്ടർ ഇവരും ഒരു ഫെഗിനാണ്, ഡോക്ടറാണ്, ഫെഗിനാണ്. അയാളുടെ ബന്ധു ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇറ്റാലിയൻ ആണ് ഒറിജിനലി, അത് അമേരിക്കൻ സെറ്റിലാണ്. അവിടെയാണ് അങ്ങനെ റിസർച്ചിൻ്റെ കാര്യം, ഏതോ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് ഡോക്ടർക്ക്. അപ്പോൾ അവർക്ക് ഇതുപോലെ വലിയ റിസർച്ച് ഉണ്ട്. ഇങ്ങനെ ഈ കാര്യത്തിൽ താല്പര്യമുള്ള ആളുകളെല്ലാം ഇവർ നോക്കി അവരെ സംസാരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കും. എന്നുവെച്ചാൽ എന്തെങ്കിലും ഫർദറായിട്ട് സ്റ്റഡി ചെയ്യാനുള്ളത് കൊണ്ടുപോകും. അങ്ങനൊരു സാധനമുണ്ട്. അവർക്ക് അവരുടെ ഫൈനാൻഷ്യലൊന്നും അറിഞ്ഞൂടാ. അങ്ങനെയുള്ളൊരു വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളുകൾ. എന്നെ കോൺടാക്ട് ചെയ്തതന്നെ എനിക്ക് അതിശയം തോന്നിച്ചു. എന്നെ അങ്ങനെ അറിയുന്നു. അപ്പോൾ ഇറ്റലിയിൽ ഞാനിങ്ങനെ പോയി നമുക്ക് സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് അറിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ അതുകൊണ്ട് അത്ര ആ സയൻറ്റിഫിക് ഒരു രീതിയിലുള്ള റിസർച്ച് സ്പിരിച്വാലിറ്റിക്കകത്ത് വരാൻ തുടങ്ങി കുറേ കാലമായി. അതിൻ്റെ ആക്ച്വലി ഫൗണ്ടർ എന്ന് പറയുന്നത്, പൈനിയർ എന്ന് പറയുന്നത് മഹർഷിയാണ്. ഈ സുദർശൻ ആണ് ആ ടീം ലീഡ് ചെയ്തത്. ഈ മഹർഷി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന റിസർച്ചിൻ്റെ ആർക്കൈവ്സ് എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല ഒന്ന്. പിന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയാൽ ടൂൾസൊക്കെ കിട്ടാനൊന്നും പ്രയാസമില്ല. അല്ല ഞാൻ പറഞ്ഞു, അല്ല നമ്മളൊരെണ്ണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കണമല്ലോ. അങ്ങനെയൊക്കെ ആളുകൾ അവരുടെ ചെയ്യുന്നുണ്ട്. പിന്നെ അയാൾ പറയുന്നത് മഹർഷിയുടെ ശിഷ്യൻ മറ്റേ ഹിന്ദി ചോപ്ര പറഞ്ഞാന്ന് മറ്റേ ദീപക് ചോപ്ര. ഇതിലാണ് പറയുന്നത്. പക്ഷേ കുറച്ച് അങ്ങനെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടും വലിയ റിസർച്ച് സെൻറ്ററും ഒക്കെ ഉണ്ട്. മഹർഷി അല്ല, അത് പറയാൻ വേണ്ടി ഇരിക്കാറുണ്ട്. പുള്ളി ദീപക് ചോപ്ര അങ്ങേര് സംസാരിക്കാറുന്ന ഒരു രീതിയിലൊക്കെ മാസ്റ്റർ പറയാറുണ്ട്. ഇനിയൊന്നും പറയാനില്ല. ദീപക് ചോപ്ര കുറച്ച് കാര്യം എന്നോട് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഭയങ്കര ഡിസ്കഷനൊക്കെ നമ്മൾ കേൾക്കുന്നില്ല. ഇങ്ങനെ അവിടെ ഇരിക്കേ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ യൂട്യൂബിൽ, ഇഷ്ടംപോലെ ഉണ്ട്. ടെഡ് ടോക്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പറയാം. അത് അങ്ങനെ തന്നെ. അപ്പം അതിനകത്ത് നോക്കുമ്പോഴേ വലിയ സയൻറ്റിസ്റ്റിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഡിസ്കഷൻസ് ഉള്ളതിലൊക്കെ പുള്ളി അങ്ങോട്ട് പറയാൻ പറ്റും. അങ്ങനെയുള്ള ചോദ്യം വരുമല്ലോ. അതിന് വലിയ 3-4 വലിയ സയൻറ്റിസ്റ്റുകൾ ഇരിക്കുകയാണ്. ഇയാളും സയൻറ്റിസ്റ്റാണ്, ഡോക്ടറാണ്. അതാണ് ഈ റിസർച്ച് സെൻ്ററൊക്കെ ഇദ്ദേഹം വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ഈ സയൻറ്റിഫിക് ഒരു സാധനമാണ്. അപ്പം അവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് മിസ്സിങ് ലിങ്ക് വരും. എന്നുവെച്ചാൽ ആ മിസ്സിങ് ലിങ്ക് വരുന്ന സ്ഥലത്താണ് വിശ്വാസം വളരുന്നത്. ഈ വിശ്വാസം കയറി വരുന്ന നമുക്ക് പറയാൻ പറ്റാത്ത സ്ഥലം. ആ സ്ഥലത്തൂടെയാണ് ഇത് കയറുന്നത്. ഒരു വലിയ വൈറസാണ്. നല്ലതാണ്. ആ വൈറസ് മോശപ്പെട്ട വൈറസൊന്നുമാണ്. നല്ലൊരു വൈറസാണ്. എന്നുവെച്ചാൽ സമാധാനം കൊടുക്കും. വിശ്വസിക്കാൻ സമാധാനമായിട്ടിരുന്നാൽ പോലെ. എന്താണ് ഈ ജീവിതത്തിനകത്ത് വേണ്ടത്? കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. ഒരുപാടെല്ലാം കഷ്ടപ്പാട്, വേദനയും വിഷമവും ഒക്കെ തന്നെ. അപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ നോക്കി പോകുമ്പോൾ നമ്മളും കണ്ട് അവിടെ പോകാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിഷമമെല്ലാം മാറും. ആ ദൈവത്തിനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നതാണ്. ഏത് ദൈവത്തിനെ വിളിച്ചാലും ഒന്നും മാറത്തില്ല എന്നൊരു സത്യൻ്റെ നമ്മൾ വല്ലതും ചെയ്താൽ മാറും. എന്നുവെച്ചാൽ നമ്മളിരിക്കുന്ന ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആർക്കത്തെ കറക്റ്റ് അല്ലേ? നമ്മളിരിക്കുന്ന ഒരു ജീവചൈതന്യമല്ലേ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെല്ലാം തന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ച് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും ഒരു പരിഹാരം കിട്ടും. അല്ല നമ്മൾ കുഴപ്പങ്ങളൊക്കെ നമ്മൾ നോക്കിയെടുത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണുമല്ലോ, അതെല്ലാം നമ്മൾ നോക്കിയെടുത്ത് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് വയ്ക്കാൻ നമുക്ക് പറ്റും. ആ പോസിബിലിറ്റി നമുക്കുണ്ട്. അത് ഈശ്വരൻ അല്ലെങ്കിൽ ഈ ഇൻ്റലിജൻസ് നമ്മളിലേക്ക് വെച്ചിരിക്കുന്ന ആ സിസ്റ്റം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നതുകൊണ്ട് അത് വർക്കാണ്. അത് ഈശ്വരനെ അറിഞ്ഞതായിട്ട് എടുക്കാം. അപ്പോൾ അതല്ലാതെ ചുമ്മാ വെറുതെ നമ്പർ അടിച്ച് കുഴപ്പിച്ചിട്ട് പോകരുത്. അത് വലിയ തെറ്റാണ്.
ഞാനിപ്പോൾ എൻ്റെ പിള്ളേരെടുത്ത് ഹൈലി റാഷണലാണ്. ആർട്ടിസ്റ്റ്മാരൊക്കെ അവളും വലിയ ആർട്ടിസ്റ്റാണല്ലോ. പക്ഷേ ഇതുവരെ വിടുക പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ പിടിക്കും. നമ്മൾ ചുമ്മാ വെറുതെ പറഞ്ഞ് ഒപ്പിക്കാനായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒപ്പിക്കാനൊന്നും നടക്കത്തില്ല. ഇപ്പോഴത്തെ പുതിയ പിള്ളേർ എന്ന് വെച്ചാൽ ഹൈലി റാഷണലാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് കേട്ടോണ്ടിരുന്ന് അവർ പറഞ്ഞ് കേട്ടാൽ വേണം പഠിക്കാം. ചിലപ്പോഴേ അതല്ലാതെ വല്ലതും ബ്ലഫ് ചെയ്തിട്ട് ഇവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും നടക്കില്ല. ഇനിയും അങ്ങനെ ഒരു തലമുറയാണ് വരുന്നത്. ചിലപ്പോൾ അതാവില്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ AI എടുത്ത് എല്ലാം ചോദിച്ചാൽ അത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് പിന്നെ ബ്രെയിൻ വെച്ചിട്ടൊന്നും കണ്ടുപിടിക്കരുത്. നമ്മളായിട്ടൊന്നും ചിന്തിച്ച് കണ്ടുപിടിക്കണം. നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതെങ്കിലും പറഞ്ഞു തരും. അത് പൊട്ടത്തരമൊക്കെ പറയുന്നുണ്ട്. ഈ പൊട്ടത്തരെല്ലാം കൂടെ നമ്മൾ റെക്കോർഡാക്കി വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യലൊക്കെ ചിലപ്പോൾ കുറയാൻ സാധ്യത ഒരു 10-20 വർഷത്തിനകത്തുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ നോക്കുന്നു. ഇതിലൊന്നും എളുപ്പമില്ല. ഞാൻ ചോദിച്ചാൽ മതില്ല എന്തെങ്കിലും പറയുന്നു. ആ സാധനം അങ്ങ് പറഞ്ഞു വെച്ച് പ്രസൻറ്റ് ചെയ്യാതെ മതി. അത് സത്യമൊന്നും ആയിരിക്കത്തില്ല. കുറച്ചൊക്കെ കാണാൻ എൻ്റെ ഫാക്ട്സ്. ബാക്കിയെല്ലാം അതൊരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് അത് വളരെ ഒരു സെക്കൻഡിനകത്ത് തരുകയല്ലേ. എന്ത് ചോദിച്ചാലും തരിക. ഇന്ന് ക്ലാസ് എടുക്കണം, ഗീത ക്ലാസ്സാണ് എടുക്കാനുള്ളത്. അപ്പോൾ അതിന് ഒരു പേജ് ഡീറ്റെയിൽസ് എല്ലാം ഗീതയെക്കുറിച്ച് ഒരു പേജ് തന്നെ തരും. എന്ത് ചോദിച്ചാലും തരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ. കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ റാഷണൽ ബ്രെയിനും കാണില്ല, ഒന്നും കാണത്തില്ല. അതെനിക്ക് അങ്ങനെ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കാൽക്കുലേറ്റർ വന്നപ്പോൾ ഇപ്പോൾ 2 2 4 ഇപ്പോൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാലല്ലേ അറിയാവൂ. അതുപോലെ നമ്മുടെ കാലത്ത് നമ്മൾ 16 വരെ എൻജോയ് പഠിക്കണം. 16 ഗുണങ്ങൾ വരെ പഠിക്കണം. നിങ്ങൾ പഠിച്ചത് എത്ര പഠിച്ചു? നമ്മൾ സ്കൂളിൽ നിങ്ങൾ 12 വരെ പഠിക്കും. നമ്മൾ 16 വരെ പഠിക്കണം. 16 എത്ര എന്ന് ഉടനെ പറയാം. അത് പോയല്ലോ. അല്ല, വേറൊരു ഞാൻ ചോദിച്ചു. ഞാൻ എൻ്റെ തലയിൽ എന്തുമാത്രം ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഓർമ്മയിലില്ല. ഇത് ഒരിക്കൽ അബദ്ധം പറ്റി. നേരെ അങ്ങോട്ട് പോയി അവിടെ മഞ്ഞ് പെയ്തു. വഴിയിൽ ഞാൻ സ്റ്റക്കായിപ്പോയി. അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ നിന്ന് വണ്ടിയൊന്നും വരുന്നില്ല. കംപ്ലീറ്റ് മഞ്ഞ് കിടക്കുകയാണ്. എനിക്കൊന്ന് വീട്ടിൽ വിളിക്കണം. എന്തെങ്കിലും മാർഗത്തിൽ എനിക്ക് വരാൻ പറ്റും. ഞാൻ ഇറ്റലിയിൽ നിന്ന് വരുന്ന വരവിലാണ്. ഭയങ്കര മഞ്ഞ്. എനിക്ക് മുന്നോട്ട് പോകാനും തോന്നില്ല, ഒന്നുമില്ല. അങ്ങനെ അവസാനം ഞാൻ നോക്കി ഓർത്തിട്ടൊന്നുമില്ല. ഫോൺ ഓഫായി പോയി. കാണുന്നില്ല. ഫോണിനകത്ത് ബാറ്ററി പോയി. ചാർജ് ചെയ്തിട്ടില്ല. ഞാൻ വഴിയിലായി. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് ഞാൻ അതിനടുത്ത് ഒരു ടൗൺ വരെ വരാൻ പറ്റും. വണ്ടിയൊന്നും പോകുന്നില്ല. വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ. എന്നിട്ട് എന്നെ അടുത്തൊരു ടൗൺഷിപ്പിൽ കൊണ്ടുവന്ന് വിട്ടു. ആ ടൗൺഷിപ്പിൽ വന്നിട്ട് എൻ്റെ അവിടെ നിന്ന് വേറെ. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ ലാൻഡ് ഫോണിൻ്റെ നമ്പർ ഓർമ്മ, ഒരൊറ്റ നമ്പർ, അരയോ നമ്പർ ഓർമ്മ. അവിടെ വന്ന് ആ കടക്കാരൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ഫോണിന് ചാർജ് ചെയ്ത് കൊടുക്കും. അവിടെ ആരും ചോദിക്കില്ല. ഒരു ഭിക്ഷക്കാരനെ പോലെ നാടിയൊക്കെ വളർത്തി കണ്ടാൽ തന്നെ ഒരു ഉണ്ട് ഭിക്ഷക്കാരൻ. അവിടെ വന്നിട്ട് അവിടെ കടയിൽ കയറി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുടിക്കാനുണ്ടോ വാങ്ങിച്ചിരിക്കണമെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടി നിൽക്കാൻ വയ്യാതിരിക്കുക. എങ്കിലും അവൻ്റെ എന്തെങ്കിലും വാങ്ങിച്ച് കുടിച്ചിട്ട് വന്നിട്ട് എന്തോ സോള പോലത്തെ ഒരു സാധനം വാങ്ങിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ കാര്യം ചോദിച്ചു. അപ്പോൾ അവനിങ്ങനെ നോക്കി ഇവനെന്താണ് ചോദിക്കുന്നത്. നമ്മളൊരു ആരംഭം. അപ്പോൾ വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ചാർജ് ചെയ്ത് തരാമെന്ന്. ഒന്ന് വെളിയിറങ്ങി നിൽക്കാം. മഞ്ഞ് പെയ്തോ. അവൻ എന്നെ വിശ്വാസമില്ല. എൻ്റെ ലുക്കില്ല. അവൻ വിചാരിച്ചു എന്തോ ഇങ്ങനെ ആരും ചോദിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ പൊട്ടം വന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ ക്രിമിനലാണോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഒന്നും അന്ന് എന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ വെളിയിറങ്ങി നിൽക്കാം. എത്ര നോളം വെളിയിലിറങ്ങി നിൽക്കും. അങ്ങനെ പറയുകയില്ല. ഞാൻ വെളിയിൽ നിന്ന് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നത് തണുത്ത് ഫോട്ടോക്കെ ഉണ്ട്. അതായത് ഞാൻ ഒരുപാട് നേരം കഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അകത്ത് കയറി ഇപ്പോൾ ശകലം ചാർജായി. അത് മതി വിളിക്കട്ടെ. അപ്പോൾ അന്ന് മൊബൈൽ ഇറങ്ങിയ കാലമാണ്.
മൊബൈലൊക്കെ വന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു മൊബൈൽ നമ്പർ ഇതിനകത്ത് ഡയൽ ചെയ്യണമെന്നുണ്ട്. ആ നമ്പർ പറയാൻ പറഞ്ഞു. നമ്പർ ഓർക്കുമ്പോഴാണ് നമ്പർ പറയാൻ ഓർമ്മയില്ല. ഈ ഫോണിനകത്ത് ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ ചാർജ് ചെയ്ത് തന്നിരിക്കുകയാണ്. എനിക്കത് തപ്പിട്ട് ഇത് കിട്ടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ലാൻഡ് ഫോണുണ്ട്, ഞാൻ പറയാം അതൊന്ന് ഡയൽ ചെയ്യാൻ സമ്മതിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു യൂറോപ്പിലില്ല ഇത്രയും ദണ്ഡിയായിട്ട്. ഇങ്ങനൊരു വിഷക്കാരൻ അവിടെയൊന്നും ഇല്ല. അപ്പോൾ അവൻ ആകെപ്പാടെ ക്യൂറിയസായി. അമ്മ എന്നിട്ട് ഇവൻ പറഞ്ഞ നമ്പർ ഡയൽ ചെയ്യാൻ സമ്മതിച്ചില്ല. നമ്പർ പറയാൻ പറഞ്ഞു. ആ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. പണ്ടത്തെ ഓർമ്മയിൽ അത് കിടന്നു. അപ്പോൾ ഞാൻ ഇത് സാധനം പറഞ്ഞു. അപ്പോൾ അവൻ വിളിക്കാം. അവൻ വിളിച്ചപ്പോൾ ഇവരുടെ മദറിൻ്റെ നമ്പറാണ്. അവൻ വിളിച്ചപ്പോഴത്തേക്ക് അവരെടുത്ത് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇങ്ങനൊരു വിഷക്കാരൻ ഇവിടെ വന്ന് നിൽക്കും. അത് പരിചയമുണ്ട്. എനിക്ക് ഫോൺ തരുന്നില്ല. ആദ്യം വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് വല്ല പരിചയമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ അവസാനം ഫോൺ എനിക്ക് തന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞു. പക്ഷേ വണ്ടിയൊന്നും വരാൻ പറ്റില്ല. എൻ്റെ പൈസ ഉണ്ട്. അപ്പോൾ അതിനടുത്തൊരു ലോഡ്ജിങ് ഉണ്ടായിരുന്നു. ആ ലോഡ്ജിങ് ഞാനൊന്നും അവിടെ ഈ ഓർമ്മ എത്ര നമ്പറായാലും നമ്മുടെ തലയിലുണ്ടായിരുന്നു ഇല്ലേ? നമ്പറുകളൊന്നും ആരെയും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാ നമ്പർ മനസ്സിലുണ്ട്. പോയിട്ട് സ്വന്തം ഭാര്യയുടെ നമ്പർ പോലും ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. ആ ഫാക്കൽറ്റികളും പോയി. അതിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ. പേരടിക്കുന്ന നമ്പർ ഒരു ചെയ്യുമ്പോൾ പോകും. അങ്ങനെ നമ്മൾ ഒരുപാട് ഫാക്കൽറ്റീസ് പണ്ട് ആവശ്യമാകുന്ന ഫാക്കൽറ്റീസ് ഇപ്പോൾ ആവശ്യമില്ല. അത് പോകുന്നു. പക്ഷെ ഒരു ദിവസം ഇത് നിന്നുപോയാൽ നമ്മൾ വീട്ടിലായിപ്പോയി. എൻ്റെ കേസ് പറഞ്ഞ പോലെ അല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ തലയ്ക്ക് വരെ ഒരു മെഷീനും കൊണ്ട് നടക്കേണ്ടി വരും. അല്ല, ബ്രെയിനിന് വരും എല്ലാം ഓർമ്മിക്കാനും എല്ലാം ചെയ്യാനും. ഇത് മതി. അത് തന്നെ എല്ലാം. അല്ല, നമുക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുന്നല്ലോ. ഇപ്പോൾ അതില്ലല്ലോ. നമ്മൾ കൊടുത്ത ഡേറ്റ ഇങ്ങോട്ട് പറയല്ലോ. നമ്മൾ ഡേറ്റ കൊടുക്കാതെ ചോദിച്ചാൽ നമുക്ക് വേണ്ടി ചിന്തിക്കുകയല്ല. അവനെ പെട്ടെന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന സാധനത്തായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം പോകും. ചിലപ്പോൾ എൻലൈറ്റൻമെൻറ്റ് നടത്തോട്ട് ഞാൻ നല്ല ശാന്തമായി ഇരിക്കുകയാണ്. ഒന്നും ചിന്തിക്കണ്ട. അപ്പോൾ ഈ യൂണിഫൈഡ് ബ്രെയിൻ വർത്താനം പറയും. നമ്മൾ കൊച്ചു പറയുന്ന എല്ലാം ഗൂഗിളായിരിക്കും ആൻസർ ചെയ്യുന്നത്. ഇപ്പോഴങ്ങനെയല്ലേ? ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കാൻ ലെറ്റർ എഴുതിയതല്ലേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതാൻ പറ്റുന്നില്ല. ഒരു ലെറ്റർ നമുക്ക് കിട്ടിയ നമ്മളത് ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് വാങ്ങിച്ചാൽ വിടുകയല്ല. ഒരു മാറ്റർ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനെ സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് അതിനെ ഗൂഗിൾ ലെൻസ് വഴി ടെക്സ്റ്റ് ആക്കി കോപ്പി ചെയ്തിട്ട് എന്നിട്ട് പിന്നെ അതിനെ എഡിറ്റ് ചെയ്ത് ലെറ്ററാക്കി വിടുന്നത്. ഒരു കരട് കത്ത് ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കാൻ വിത്തിൻ സെക്കൻഡ്സ് മതി. അതുകൊണ്ട് 5 ദിവസം എടുക്കണമെന്നുള്ള അപ്പം സുപ്പീരിയർ ഓഫീസേഴ്സിന് നോക്കാം. ഒറ്റയടിക്ക് 10-20 ലെറ്റേഴ്സ് പോകുന്ന അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ 5 ദിവസം എടുത്ത് ചെയ്താൽ ഈ സെക്കൻഡ് കൊണ്ട് ചെയ്യണം.